മേലെ. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു യൂട്യൂബറെ കാണാൻ വന്നിയ പനിച്ചിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരെ കാണാൻ വന്നിയ നമുക്കൊന്ന് കാണാം. ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ള ദൃശ്യങ്ങളെല്ലാം കാണാം. ഈ ഭാഗം ഒന്ന് ഒപ്പി പോയ ഭാഗം, ഒപ്പിയിൽ കയറുന്ന ഭാഗം തന്നെ. ഗാർഡനിൽ നിന്ന് ഗാർഡൻ നമ്മളിങ്ങനെ വാർഡിലേക്ക് പോവുക. ഏറ്റവും മുകളിലെ വാർഡിലാന്ന് പറഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിലാണ്, 7ാം നിലയിലാണ്. നമ്മുടെ എലീന യൂട്യൂബർ മാത്രമല്ല, എൻ്റെ ഒരു ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫ്രണ്ടും കൂടി, കുടുംബം കൂടിയാണ്. അപ്പം ചെറിയൊരു ബന്ധുവായിട്ട് വരും. നല്ലൊരു മോളാണ്. അന്ന് ഞങ്ങളോട് ലൈവിൽ ഒന്ന് സംസാരിച്ച് അതിൻ്റെ പിറ്റേന്ന് ഒക്കെ പനി വന്ന് പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റായിട്ട് നമുക്കൊന്ന് ആ മോളെ നോക്കാം. ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മളൊന്നും നോക്കിയിട്ടില്ല, അതൊരു മോശമല്ലേ? പിന്നെ സ്നേഹബന്ധത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടാവുക അല്ലേ? മേലോട്ട് കയറുന്ന അല്ലേ? മാസ്ക് ഇട്ട് കയറാൻ പറ്റത്തില്ല, പൊടി ഭയങ്കര കയറ്റമാണ്, ഒരുപാട് കയറ്റാണ്. മെഡിക്കൽ കോളേജ് 7ാം നില മേലെ, 6 വരെ പോയിട്ടുണ്ട്. 7 പോയിട്ടില്ല. 7 മെഡിസിൻ വേണം. അതെ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, വാർഡുകളൊന്നും കണ്ടിട്ടില്ലല്ലേ? ഞാനിവിടെ അന്ന് ആദ്യമായിട്ട് വരുന്ന നിങ്ങളമ്മ എന്നെ കൊണ്ട് സുഖമില്ലാത്ത താഴെ മാത്രം അമ്മേനെയും കൊണ്ട് വന്നില്ല. ഞാൻ ഇതുവരെ മെഡിക്കൽ കോളേജ് താഴെ കാഷ്വാലിറ്റിയിൽ വന്നില്ല, ഇവിടെ വന്നിട്ടില്ല. താഴെ കാഷ്വാലിറ്റിയിൽ മാത്രം, മേലെയൊന്നും വന്നില്ല, റൂമുകളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ അന്ന് നിങ്ങളെ അമ്മക്ക് അമ്മേനെയും കൊണ്ട് വന്നില്ലേ നമ്മള് എന്നിട്ട് അതിന് മുമ്പെല്ലാം കുറേ കടന്ന് ഇവിടെ റൂമെല്ലാം കുറേ അറിയാം, വാർഡെല്ലാം കേൾക്കാന്നല്ലാണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. അറിയില്ല നമ്മൾ വരുന്നതെന്ന്. നമുക്ക് ഒന്നുകിൽ ലിഫ്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ റാമ്പ് 7 നില കയറി ലിഫ്റ്റിലേക്ക് പോയാൽ ഉണ്ടാവും. അതിവിടെ ചോദിച്ചാൽ ഞങ്ങൾ എന്നെ കാണാൻ വന്നതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയെ ലൈവിൽ വന്നിനേനു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഡിസ്ചാർജ് ആയിപ്പോയി എന്ന് പറഞ്ഞ്. ഇന്നലെ അവർ ബന്ധുവിലൊരു കല്യാണം ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം വന്നേരം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നേരം രാത്രി തന്നെ ഡിസ്ചാർജായി പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാലും നമ്മളിവിടെ വന്നല്ലോ, കാണുന്നിട്ട് വന്നേ. അതുകൊണ്ട് ഇപ്പം മടങ്ങി പോവുക. രാത്രി ലൈവിൽ കാണാവുള്ള. ഓക്കെ, ഇവിടെ നിർത്തുക നമ്മൾ. അതിലൂടെ എല്ലാം ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തും. എന്തിനങ്ങോട്ടൊന്നും നല്ല മെഡിസിനാണ് വെച്ചത്. പരിയാരത്തുള്ള മെഡിസിൻസ് ഫുള്ള്.
ഇത് ചുറ്റിയാലും തീരുവില്ല, ഒരുപാടുണ്ട്. നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പകുതിയെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ മൊത്തം ചുറ്റാനൊരു സമയമില്ല. ഒരുപാടുണ്ട്. ഇത് ചുറ്റിയാലൊന്നും തീരില്ല. അതെ, സർജറി വാർഡ്. ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ വാർഡിലാണ് നമ്മൾ കിടന്നത്. ഇപ്പം മാറ്റി 78. ഇപ്പൊ 7 നമ്മളും കിടന്നത്. ഓങ്കോളജി ഇവിടെ നമ്മൾ ഇവിടെ ഭർത്താവിൻ്റെ അമ്മേനെ കുറേ ചികിത്സിച്ചതാ ക്യാൻസറിന്. 2 ബ്രസ്റ്റ് എല്ലാം എടുത്തതാ അമ്മയമ്മൻ്റെ. അപ്പോൾ ഇവിടെ കുറേ 1.5 മാസം അല്ലേ, 2 മാസത്തോളം ഭർത്താവ് അമ്മേനെയും കൊണ്ടുണ്ടായിട്ടുണ്ട്. ആ ഒറ്റക്കതിനും ഉണ്ടായ വേറെ ഒരാൾ ആരും ഉണ്ടായിട്ടില്ല. അമ്മേനെ 2 മാസം ഒറ്റക്ക് ഈ മകൻ തന്നെയാണ് നോക്കിയല്ല ചെയ്ത. പക്ഷെ അത്രയ്ക്കും ഞാനല്ലേ ഒരുപാട് ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അപ്പം രണ്ടാളും തുല്യം കഷ്ടപ്പാട് സഹിച്ച ആൾക്കാർ തന്നെയാണ് ഒന്നിച്ചത്. ദൈവം ഒന്നിപ്പിച്ചെന്ന് പറയാം. ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ പരസ്പരം ദുഃഖമായാലും സുഖമായാലും എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇനി നമ്മൾ മടങ്ങിപ്പോന്നാ കണ്ടിട്ടില്ല സാറ്. ലിഫ്റ്റിൽ പോകുക. നമുക്ക് ഒരുപാട് ഇറങ്ങാനുണ്ട്. 7 നിലയാണ് ഇത്. ഓക്കെ, നമുക്ക് ലൈവിൽ കാണാം.